അപ്പോൾ ഏതാണ് ആ റോഡ്, എന്താണ് കഥ, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പലവട്ടം നമ്മൾ നിങ്ങളിപ്പോൾ കണ്ട റോഡാണ് ആ കഥയിലെ കഥാപാത്രം. അതായത് ഇനിയായിട്ട് ഒരു റോഡ് സംവിധാനിച്ചതിന് ശേഷം എത്ര കോടി, ഏകദേശം 100 കോടിക്ക് അടുത്ത് വരുന്ന എമൗണ്ടാണ് ഇതിന് പാസ്സായതെന്നൊക്കെയാണ് പറയുന്നത്. അത്രയ്ക്കില്ലെങ്കിൽ പോലും അതിനടുത്ത് വരുന്ന എമൗണ്ടുകളൊക്കെ പാസ്സായിട്ടുണ്ടാവാം. അത് സാങ്ഷനാക്കി ഇതേപോലെ ഈ ഒരു റോഡിനു വേണ്ടി ഉപയോഗിച്ച് ആ പണി പൂർത്തിയാകുന്ന ആ ഒരു സമയത്തേക്ക് ഏകദേശം 25 കിലോമീറ്ററോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ ഒരു റോഡിനെ കൊല്ലാക്കൊല ചെയ്ത തമിഴ്നാടിൻ്റെ ആ ഒരു തീരുമാനം. കാരണം ഇത്രയേറെ ഭംഗിയുള്ള റോഡ് മണ്ണാർക്കാട് താലൂക്കിൻ്റെ അഗളി താലൂക്കിൻ്റെ എന്നും ഏകദേശം അഗളി താലൂക്കാണെന്ന് തോന്നുന്നു ഭാഗത്ത് എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല. അത്രയേറെ ഭംഗിയുള്ള ഒരു റോഡ് പണി കഴിപ്പിച്ച് നോക്കൂ. ഇതിൻ്റെയൊക്കെ സൈഡിൽ വരുന്നത് മുഴുവൻ കൃഷിസ്ഥലങ്ങളും ആളുകളുടെ കൊച്ചു കൊച്ചു വീടുകളും അതേപോലെ ഭവാനി പുഴയൊക്കെയാണ് കേട്ടോ. ഇങ്ങനെയുള്ളൊരു മനോഹരമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് റോഡിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും ഇത് തന്നെയാണ്. എന്നിട്ടും ഈ ഒരു റോഡ് ചെന്ന് ബോർഡർ അടച്ചു കളഞ്ഞു എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് മുമ്പിൽ തമിഴ്നാട്ടുകാർ ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോകാം, അവർക്കതിന് യാതൊരു തടസ്സവുമില്ല. ഇപ്പം മൃഗങ്ങളോ മറ്റോ അവരെ ശല്യപ്പെടുത്തില്ല. അവർ തദ്ദേശീയരെന്നുള്ള പേരിലാണ് അറിയുന്നത്. ഈ മഞ്ചൂർ ഭാഗത്തുള്ള കെഡ ഭാഗത്തൊക്കെയുള്ള ആളുകൾ, ഇവിടെയൊക്കെ ആളുകളുണ്ട്, ഇഷ്ടംപോലെ ആളുകൾ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ് മലയാളികളെ ഈ റോഡ് വഴിയുള്ള ഗതാഗതം. അപ്പം ഭരണകൂടങ്ങൾ എപ്പോഴും ഇതേപോലെയാണ്, ആളുകളെ നിയന്ത്രിക്കും. പക്ഷേ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തെ, ആ വഴിയിലൂടെയുള്ള ഗതാഗതത്തെ, സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഒക്കെ ഇതേപോലെ നിരോധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാനാവുന്നതല്ല. കേന്ദ്രമല്ല, നിയമവ്യവസ്ഥകളല്ല, ആര് തന്നെ പറഞ്ഞാലും വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് അനുവദിച്ച് തരാനായി ആവില്ല. തീർച്ചയായിട്ടും ഇതിനെതിരെ ഉള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടാവേണ്ടതുണ്ട്. ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കപ്പെടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷേ അത് എത്രത്തോളം സക്സസ് ആയി എന്നുള്ളത് ചിന്തനീയമാണ്. എന്തു തന്നെ ആയാലും പുതിയ തരത്തിലുള്ള ഒരു മൂവ് ഉണ്ടാവേണ്ടിയിരിക്കുന്നു ജനങ്ങളുടെ ഭാഗത്തുനിന്ന്. പ്രത്യേകിച്ച് ഈ ഒരു റോഡിൻ്റെ വിവിധ ഭാഗങ്ങൾ നിരവധി റിസോർട്ടുകളും സംവിധാനങ്ങളും ഒക്കെ ഉയർന്നു വന്നിട്ടുള്ള സാഹചര്യത്തിൽ കോടിക്കണക്കിന് രൂപയാണ് ഈ റോഡിനെ വിശ്വസിച്ചുകൊണ്ട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ റോഡിനൊരു ശാപമോക്ഷം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്, അത്യാവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ പുതിയ കേരള സർക്കാർ ഈ ഒരു വിഷയത്തിൽ ഔചിത്യത്തോടു കൂടി തന്നെ ഇടപെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും അതിനു വേണ്ടിയിട്ടുള്ള മൂവുകൾ നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം. നിങ്ങൾക്ക് കഴിയാവുന്ന രൂപത്തിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ അധികാരികളുടെ മുമ്പിലേക്ക് എത്തിക്കണം. വിഷയം ഇത്രയേ ഉള്ളൂ. അട്ടപ്പാടിയിലെ താവളം എന്ന ഭാഗത്തു നിന്ന് തുടങ്ങി ഏകദേശം 24 കിലോമീറ്ററുകൾ അത്രയും ദൂരത്തിൽ അവസാനിക്കുന്ന മുള്ളി ചെക്ക് പോസ്റ്റിൽ തമിഴ്നാട്ടിലേക്ക് കിടക്കുന്ന മഞ്ചൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡിലെ യാത്രാ നിരോധനം, അതായത് മുള്ളി ചെക്ക് പോസ്റ്റിൽ നിന്ന് തുടങ്ങുന്ന തമിഴ്നാട് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ആ റോഡ്, അതാണ് ഈ റോഡ്. അപ്പോൾ ഇവിടെയുള്ള ഈ യാത്രാ നിരോധനം, മലയാളികൾക്ക് മാത്രമാക്കിയിട്ടുള്ള ഈ യാത്രാ നിരോധനം പിൻവലിക്കാൻ നമ്മുടെ കേരള സർക്കാർ തമിഴ്നാട് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയോ അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യണമെന്നാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വിഷയം ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അധികാരികളുടെ കണ്ണിൽ പെടുന്നത് വരെ നിങ്ങളിത് ഷെയർ ചെയ്യൂ. സൗകര്യമുണ്ട്, പക്ഷേ അത് ഉപയോഗിക്കരുതെന്നാണ്. ശ്രദ്ധിക്കുക. നല്ല സൗകര്യത്തിലൊരു റോഡുണ്ടാക്കിയിട്ട് അത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ ആർക്കാണ് നമുക്കത് കണ്ണടച്ചുകൊണ്ട് സ്വീകരിക്കാനാവുമോ? പ്ലീസ് ഷെയർ.